നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ രഹസ്യ വിചാരണ നടത്താൻ കോടതി ഉത്തരവ്. കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് കോടതി തീരുമാനം. രേഖകൾ പ്രതികൾക്ക് കൈമാറുന്നതിൽ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, വളരെ നിർണായകമായ ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നടിയെ ആക്രമിച്ച കേസിൽ പ്രാഥമിക വിചാരണ നടപടികളാണ് ഇന്ന് എറണാകുളം CBI കോടതിയിൽ ആരംഭിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക വനിതാ ജഡ്ജി വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് എറണാകുളത്തെ CBI വനിതാ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. വിചാരണ വേളയിൽ ഇന്ന് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ആരും തന്നെ, ദിലീപ് ഉൾപ്പെടെ പ്രതികൾ ആരും തന്നെ കോടതിയിൽ ഹാജരായില്ല. നടിയെ ആക്രമിച്ച കേസിൽ രഹസ്യ വിചാരണ വേണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് കോടതിയുടെ ഈ നിർദ്ദേശം. രേഖകൾ കൈമാറുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയെങ്കിലും പക്ഷേ ഇരകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള തെളിവുകളാവരുത് കൈമാറുന്നത് എന്നും കോടതി വ്യക്തമാക്കി. നമുക്കറിയാം, കോടതി കുറ്റം ചുമത്തുന്ന അടക്കമുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ദിലീപിന്റെ ഹർജി ഹൈക്കോടതിയുടെയും പരിഗണനയിലിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ, വാദ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രകാശ്, ഇതിൽ രേഖകൾ നൽകുന്നതിൽ തടസ്സമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന തെളിവുകൾ ആവരുത് എന്നുകൂടി കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അത് ദിലീപിന്റെ ആവശ്യം പൂർണ്ണമായും സാധൂകരിക്കാൻ ഇടയാക്കുന്നതാണോ? ഈ പെൻഡ്രൈവിലും മറ്റുമുള്ള കാര്യങ്ങൾ സ്വകാര്യതയെ ബാധിക്കുന്നത് തന്നെയല്ലേ? തീർച്ചയായും കോടതിയുടെ വളരെ കർക്കശമായ നിർദ്ദേശമാണ്. ഈ ഇരകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തെളിവുകളൊന്നും തന്നെ കൈമാറാൻ കഴിയില്ല. ഒപ്പം തന്നെ മറ്റ് തെളിവുകൾ കൈമാറുന്നതിൽ തടസ്സമില്ല എന്ന് തന്നെയാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ വിചാരണ നടപടി തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിൽ നിരവധിയായിട്ടുള്ള ഹർജികൾ ദിലീപ് നൽകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപം വന്നിരുന്നു. CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒപ്പം തന്നെ തനിക്കെതിരെ കുറ്റം ചുമത്തുന്നത് വിചാരണ കോടതി കുറ്റം ചുമത്തുന്ന അടക്കമുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെയും ദിലീപ് സമീപിച്ചിട്ടുണ്ട്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുസ്ലിം ലീഗ് വൈറസാണ്, ആ വൈറസ് പടർന്നാൽ പിന്നെ രക്ഷപ്പെടാനാകില്ലെന്നും യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ കുറിച്ചു. ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ട്വീറ്റിലുള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെ? ലളിത, തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗിനെതിരെ ആരോപണം ശക്തമാക്കുകയാണ് BJP നേതാക്കൾ ചെയ്യുന്നത്. പ്രധാനമന്ത്രി തന്നെ ന്യൂനപക്ഷ മണ്ഡലത്തിലേക്ക് രാഹുൽ ഒളിച്ചോടുന്നുവെന്ന ആരോപണം ഉന്നയിച്ചതാണ്. അതിന്റെ തുടർച്ചയായാണ് മുസ്ലിം ലീഗിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഇന്നത്തെ ട്വീറ്റുകൾ. ഇന്നലെയും അധികം സമാനമായ രീതിയിൽ മുസ്ലിം ലീഗ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച പാർട്ടിയാണ്, അവരുമായാണ് കോൺഗ്രസിന്റെ ചങ്ങാത്തമെന്ന് ആരോപിച്ചിരുന്നു. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് വൈറസാണ്, ആ വൈറസുമായാണ് കോൺഗ്രസ് കൂട്ടുകൂടുന്നത്. വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ രാജ്യമെമ്പാടും ആ വൈറസ് ബാധിക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. മാത്രമല്ല 1887 സ്വാതന്ത്ര്യ സമരത്തിൽ ഇംഗ്ലീഷുകാർക്കെതിരെ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ പോരാടുമ്പോൾ മുസ്ലിം ലീഗാണ് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചിരുന്നത്. ആ മുസ്ലിം ലീഗ് വീണ്ടും രാജ്യത്ത് വൈറസ് പോലെ പടരാൻ വരികയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും ആദിത്യനാഥ് ഈ ട്വീറ്റിൽ പറയുന്നുണ്ട്. അതായത് BJPയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അമേത്തിയിൽ മുസ്ലിം ലീഗുമായി രാഹുൽ കൂട്ടുകൂടുന്നു കേരളത്തിലെന്ന ആരോപണം ഉന്നയിക്കുകയും ഹിന്ദു വോട്ടുകൾ രാഹുൽ നിന്നും അകറ്റി നിർത്തുക, അതിലൂടെ BJPക്ക് നേട്ടമുണ്ടാക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം. ഇതിനെ ഏത് തരത്തിൽ കോൺഗ്രസ് പ്രതിരോധിക്കും ദേശീയ തലത്തിൽ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിശേഷിപ്പിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വിവരമില്ലെന്ന് മുസ്ലിം ലീഗ്. BJPയുടെയും യോഗി ആദിത്യനാഥിന്റെയും ജൽപ്പനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. BJPയുടെ ഇത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്നും ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ലീഗിനെ പറ്റി പൊതുവായിട്ട് പല കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് വിവരമില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതേതര ജനാധിപത്യ തത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കാതെ എന്തെങ്കിലും കൊടി കണ്ടാൽ ഉടനെ തന്നെ ഹാലിളകുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യന്, മതേതര ബോധമുള്ള ഒരു മനുഷ്യന്, അത് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും ചേർന്ന കാര്യമല്ല. അദ്ദേഹത്തെ പോലെ തെറ്റായ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വാക്ക് ഒരിക്കലും ആരും ശ്രദ്ധിക്കുകയില്ല. അത് ആരും മൈൻഡ് ചെയ്യാതെ പ്രണവൽക്കരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ കോഴി ആരോപണം കണ്ണൂർ റേഞ്ച് IG അന്വേഷിക്കും. അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. ആരോപണത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും.
ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ആണ് എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി. ഈ ഗൂഢാലോചന ഒന്നും ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങുന്ന ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. MK രാഘവനെ ജനങ്ങൾക്കറിയാം, അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. 5 കോടി രൂപ ഇങ്ങനെ വെറുതെ ഒരാൾ വെച്ചോണ്ടിരിക്കുകയാണോ? എന്തിന്? ആരുടെ കയ്യിൽ നിന്ന്? അല്ല, അത് വരട്ടെ, അന്വേഷിക്കുന്നുണ്ടല്ലോ, വരട്ടെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുമോ? എന്നാൽ പങ്ക് തെളിയിക്കാൻ വെല്ലുവിളിച്ച് CPM ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. ഈ വസ്തുതാപരമായ കാര്യങ്ങളിൽ നിന്ന് തടിയൂരാനാണ് അദ്ദേഹം MP ശ്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ TV9 ചാനൽ വാർത്തക്ക് പിന്നിൽ CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വമാണെന്ന തികച്ചും ബാലിശമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ MK രാഘവനെ ഞങ്ങൾ CPIMന്റെ ജില്ലാ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്. ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, MK രാഘവനെ കൈവിടാതെ പ്രതിരോധിക്കാൻ തന്നെയാണോ UDF തയ്യാറെടുക്കുന്നത്? നേതാക്കളുടെ വാക്കുകൾ നൽകുന്ന സൂചന അതാണോ? രേണുക, തീർച്ചയായും MK രാഘവന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇപ്പോൾ UDF കോൺഗ്രസ് നേതൃത്വം. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല ഈ കാര്യം ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് CPM MK രാഘവന്റെ ജനപ്രീതി ഭയന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന, CPM നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് UDF കേന്ദ്രങ്ങൾ തുടർച്ചയായി ഇപ്പോൾ ആരോപിക്കുന്നത്. MK രാഘവന്റെ ക്യാമ്പുകളും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ DCC നേതൃത്വവും MK രാഘവനും ഇക്കാര്യം തന്നെയാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതായത് ഇതിന്റെ ഉത്തരവാദിത്വത്തിന്റെ മുഴുവൻ ഈ ഉയർന്നു വന്ന ആരോപണത്തിന് മുഴുവൻ ഉത്തരവാദിത്വവും അത് പിന്നിൽ പ്രവർത്തിച്ചത് CPM ആണ് എന്ന ഒരു വിശദീകരണമാണ് UDF ക്യാമ്പുകൾ ഇപ്പോൾ നടത്തുക. വരും ദിവസങ്ങളിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രചരണം, ഇതിനെ മറുപ്രചരണം UDF കേന്ദ്രങ്ങൾ നടത്തുക. പക്ഷേ CPM ഇതിനെ പ്രതിരോധിക്കുന്നത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് CPM മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അതിന് അവർ പറയുന്ന ഒരു കാര്യം, ഈ ഒളിക്യാമറ ഓപ്പറേഷൻ ഈ ചാനൽ നടത്തിയതിൽ 15ഓളം MP-മാർ ഉണ്ട്. ഇതിൽ BJP MP-യും ഈ ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയിട്ടുണ്ട്. ഈ BJP MP രാജിവെക്കണമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അത്തരമൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് MK രാഘവനെ മാത്രം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നൊരു മറുചോദ്യമാണ് CPM ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. MK രാഘവൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വലിയ വികാരപരമായ ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നാടകമാണെന്ന് വിശദീകരിക്കുകയാണ് CPM നേതൃത്വം. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനകം തന്നെ ഈ രാഘവനെതിരെ ഉയർന്ന ഈ ആരോപണം അല്ലെങ്കിൽ ഈ ഒളിക്യാമറ വിവാദം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചർച്ചയായിരിക്കുകയാണ്. ഇരുപക്ഷവും ഇക്കാര്യം പ്രത്യാരോപണങ്ങളും പ്രതിരോധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് ഇന്ന് ഈ വിവാദത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷണത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ന് ജില്ലാ കലക്ടർ പ്രാഥമിക റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണയ്ക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ വിശദമായ ഒരു പരിശോധന, ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ UDF ക്യാമ്പുകൾ വിശദീകരിക്കുന്നത്. രാഘവന്റെ ശബ്ദം ഡബ് ചെയ്ത് അനുകരിച്ച് ഇത് എഡിറ്റ് ചെയ്ത് കയറ്റിയതെന്നാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതേക്കുറിച്ച് വിശദമായ ശാസ്ത്രീയമായ ഒരു പരിശോധന, ഫോറൻസിക് പരിശോധന നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. അല്ല, ഇത് പറയുമ്പോൾ അവർ പലതും മറക്കുകയാണ്. ഒന്ന്, ഞങ്ങൾ വളരെ കാലമായി ഇവിടെ ഒരു സംവിധാനത്തിൽ UDFന്റെ UPന്റെ സംവിധാനത്തിലുള്ള ഒരു മതേതര പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. അതുപോലെ IT സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. ഈ രണ്ട് റവല്യൂഷനും ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ പങ്കുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ യാതൊന്നും പറയാൻ പറ്റൂല. അത് അവിടെ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിന് യാതൊരുവിധ ഇത് സംബന്ധിച്ച് അറിവും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിരിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞ് കുത്താറുമുണ്ട്. ഇതും തിരിഞ്ഞ് കുത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP സഖ്യമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ ഓരോരോ സംസ്ഥാനത്ത് ഏതൊക്കെയാണ് എന്ന് അവരും വിശകലനം ചെയ്യേണ്ടതാണ്. അവിടെ പിന്നെ ADMKൻ്റെ മുന്നണിയിലൊരു പച്ചക്കൊടി ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ INL-മാരി ഇവിടെയുള്ള LDFൻ്റെ കൂടെ ഒരു പച്ചക്കൊടി ഉണ്ട്, അത് INL-ആണ്. അതേമാതിരി ADMKൻ്റെ കൂടെ
ലീഗിൽ നിന്ന് പോയ ഏതോ ഒരു കൊടി ജീപ്പുമ്മലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ BJP ഉണ്ട്. ഈ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞതുപോലെ PDP നമ്മുടെ കാശ്മീരിൽ, അതേപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും BJPയുടെ മുന്നണിയും പലതാണ്. അതിലൊക്കെ പച്ചക്കൊടിയുണ്ട്. ചിലത് ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഉണ്ട്. പിരിഞ്ഞു പോയ ലീഗുകളൊക്കെ ഇവിടെ ഇടതു മുന്നണി ഉണ്ടല്ലോ, ഒരു പച്ചക്കൊടി INL, ഒരു ലീഗ് എന്ന് പറയുന്നത് LDFിലുണ്ട്. അതുപോലെയൊക്കെ ഓരോ. അപ്പോൾ ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ വരുന്ന വരവിനെ തടുക്കാൻ അവർക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ നാഗ്പൂർ റാലി ഇതൊക്കെ വമ്പൻ വിജയമാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. മുസ്ലിം ലീഗ് വൈറസ് എന്ന യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തിന് മറുപടി പറയുകയാണ്. ലക്ഷക്കണക്കിൻ്റെ വോട്ടിന് വിജയിക്കാൻ പോവുകയാണ്. ഇതെല്ലാം കൂടി കണ്ടിട്ട് അവരാകെ വിറളി കൊണ്ടിട്ടുണ്ട്. UP ആണെങ്കിൽ ആദിത്യനാഥ് സംസാരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളോടാണ്. മീഡിയ അത് കാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പച്ചക്കൊടിയുടെ കാര്യം പറഞ്ഞ് ആ പച്ചക്കൊടി അവരുടെ കൂടെ തന്നെ പല സ്റ്റേറ്റിലും ഉണ്ട്. അപ്പോൾ അത് അവർക്കും പറയാൻ പറ്റില്ല, LDFിനും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ വേറെ ഒരു വലിയ സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFും അതേപോലെ BJP ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അവരെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഒന്ന് നോക്കിയാൽ കേരളത്തിൽ പ്രളയം സർക്കാർ നിർമ്മിതമാണെന്നാണ് വന്നിരിക്കുന്നത്. LDF ഇപ്പം മറുപടി പറയേണ്ടതായിനാണ്. അവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പച്ചക്കൊടിയുടെ കാര്യം പറയുന്നുണ്ട്, സൂക്ഷിച്ച് പറഞ്ഞാൽ മതി. അതേപോലെ പ്രളയം ഉണ്ടാക്കിയിരിക്കുന്ന കെടുതി അത് അവരുണ്ടാക്കിയതാണ്. അതാണ് ഇപ്പം കേരളീയർ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. അതേപോലെ തന്നെ BJP ആ പ്രളയത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു കേരളത്തെ സഹായിക്കേണ്ടത്. പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല എന്ന് മാത്രമല്ല, കിട്ടാൻ പോയ സഹായം കേന്ദ്ര ഗവൺമെൻറ് മുടക്കുകയും ചെയ്തു പല ഭാഗത്തും. എന്തൊരു ക്രൂരതയാണ് അവർ കേരളീയരോട് ചെയ്തത്. എന്നിട്ടാണോ അവർ കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത്? ഒരു കൂട്ടർ പ്രളയമുണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ് ആ പ്രളയത്തിൽ കേരളത്തിന് 10 പൈസ കൊടുക്കാതെ കഷ്ടപ്പെടുത്തി കിട്ടുന്നത് മുടക്കി. ഇതിന് മറുപടി പറയുന്നതിന് പകരം നോൺ ഇഷ്യൂസ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഉത്തരേന്ത്യയിൽ ഈ ഒരു ലീഗിൻ്റെ ഒരു വിഷയം ഉന്നയിച്ച്, ഈ പച്ചക്കൊടിയൊക്കെ പറഞ്ഞ ഒരു വിഷയം ഉന്നയിച്ച് അത് ഉത്തരേന്ത്യയിൽ BJP ഒരു ഇഷ്യൂ ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെന്തെങ്കിലും UP എന്തെങ്കിലും ആശങ്കയുണ്ടോ? യേശൂല. കാരണം വെച്ചാൽ അവിടെ പച്ചക്കൊടി പലർക്കും ഉണ്ട്. അവിടെ ബീഹാറിലൊരു പച്ചക്കൊടി ഉണ്ട്, അവരെ കൂടെയാണ് അത് പച്ചക്കൊടിയൊന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ദിവസമേ പറയുള്ളൂ, രണ്ടാമത്തെ ദിവസം അത് പറയില്ല. രാഹുൽ ഗാന്ധി അതിന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ. കാരണം ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യ ഒന്നാണ്, ഈ രാജ്യത്ത് പല ജനങ്ങളും എല്ലാവരും എനിക്ക് ഒരുപോലെ എന്ന് പറഞ്ഞത്. അവർ പിന്നെയും എല്ലാവരും അവർക്ക് ഒരുപോലെ അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. യോഗി ആദിത്യനാഥ് ചെയ്യുന്നതാണ്. ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ അല്ല എന്ന് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. രാഹുൽ ഗാന്ധിയുടെ അതിനുള്ള മറുപടി ഇന്നും വയനാട്ടിലെ ചരിത്ര നിയോഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റാണ്. എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ച സീറ്റാണ്. ആ സീറ്റ് ഉണ്ടായതിനു ശേഷം കോൺഗ്രസിൻ്റെ ഏത് സീറ്റിലും കോൺഗ്രസ് പ്രസിഡന്റിന് നിൽക്കാം, അതിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ ഈ പച്ചക്കൊടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ പിന്നെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ദയനീയമായ തോൽവി UPയിൽ അവർ മുമ്പ് കാണുന്നുണ്ട്. അപ്പോൾ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നതല്ലേ. എനിക്ക് തോന്നുന്നില്ല അതിനൊരു ഗൗരവമുണ്ട് എന്നുള്ളത്. ഈ ഒരു വാക്ക് പോലും CPM-നെതിരെ പറയാതെ രാഹുൽ ഗാന്ധി പോയതിൽ ലീഗ് ഉൾപ്പെടെ ഒരു അമ്പലത്തിലാണ്. അപ്പം CPM-നെതിരെ ഒരു വാക്കെങ്കിലും പറയുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ 20 സീറ്റുകളിൽ അല്ലെ 19 സീറ്റുകളിൽ ഇതിനൊരു ആവേശം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. ഞാനോട്ട് പറയുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞില്ല. CPM-നെതിരെ അവർ പറയുന്ന രീതിയിൽ പറയില്ല എന്നാണ് പറഞ്ഞത്. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അദ്ദേഹം അവർ പറയുന്ന രീതിയിൽ ഈ മത്സരത്തെക്കുറിച്ചും മറ്റുമൊക്കെ അവർ പറഞ്ഞതിന് മറുപടി പറയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ മുസ്ലിം ലീഗ് വൈറസ് എന്ന യോഗി ആദിത്യനാഥിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. യോഗി ആദിത്യനാഥിന് അറിവില്ലായ്മയാണ് ഈ പരാമർശങ്ങൾ അവരെ തന്നെ തിരിഞ്ഞുകുത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ CPM കോൺഗ്രസിന്റെ ശത്രുക്കളാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPMനെ ഇല്ലാതാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ BJPയുടെ വളർച്ച തടയുന്നതിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി. CPMനെ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് തുടരും. വ്യക്തിപരമായ മറുപടി ഉണ്ടാവില്ല എന്നാണ് രാഹുൽ പറഞ്ഞതെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് വളരെ താഴ്ന്ന നിലവാരത്തിലേക്കാണ് ആ വിമർശനം പോയത്. എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഞാൻ അതിന് മറുപടി പറയത്തില്ല. അതാണ് ജനാധിപത്യം, അതാണ് കോൺഗ്രസ്, അതാണ് നെഹ്റു കുടുംബം. സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളിൽ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. 303 പത്രികകളാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. വെല്ലുവിളിയുയർത്തുന്ന അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലെയും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ചില മണ്ഡലങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുമുണ്ട്. അധികം സ്ഥാനാർത്ഥികൾ 20-23 സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളുമുണ്ട്. വയനാട്ടിലും ആറ്റിങ്ങിലും 23 നാമനിർദ്ദേശ പത്രികകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇത്തരം മണ്ഡലങ്ങളിൽ പരിശോധന വൈകും, മറ്റിടങ്ങളിൽ ഉടൻ പൂർത്തിയാകും. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. UDF കൺവീനറും ചാലക്കുടി സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ. ബെന്നി ബെഹനാനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. ആരോഗ്യനില തൃപ്തികരമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കണ്ടു, സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പേപ്പർ വായിക്കാൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. എത്ര ദിവസം കൂടെ ആശുപത്രി കഴിയണമെന്നാണ് പറയുന്നത്? 2 ദിവസം എന്തായാലും ICUവിൽ കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണോ തീരുമാനം? ഒരു 5 ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനാണ് മുഖ്യമന്ത്രി വ്യക്തിഹത്യ നടത്തുന്നതെന്ന് NK പ്രേമചന്ദ്രൻ. എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കുന്നതെന്ന് അറിയില്ല. RSP സംസ്ഥാന കമ്മിറ്റി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമനുസരിച്ചാണ് LDF വിട്ട് UDFിൽ ചേർന്നത്. വീരേന്ദ്രകുമാർ LDF വിട്ട് UDFിൽ ചേർന്നപ്പോൾ ആരും അധിക്ഷേപിച്ചില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാൻ RSS നീക്കം. BJP നേതൃത്വത്തിനെതിരെ അദ്വാനി പരോക്ഷ വിമർശനം നടത്തിയതിനെ തുടർന്നാണ് ഇടപെടൽ. മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. സുഷമ സ്വരാജിനെ മധ്യസ്ഥ ചർച്ചയ്ക്ക് നിയോഗിച്ചതായാണ് സൂചന. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷ വേഗത്തിൽ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഹർജി പരിഗണിക്കും. അപേക്ഷ വേഗത്തിൽ പരിഗണിക്കണമെന്ന കപിൽ സിബലിന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതി തീരുമാനം. ജാമ്യം നിഷേധിച്ച ഝാർഖണ്ഡ് ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ലാലു പ്രസാദ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വാർദ്ധക്യവും മോശം ആരോഗ്യസ്ഥിതിയും ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യാപേക്ഷ. ഇലക്ട്രിക് ബസ്സിൽ തൊട്ട് ഷോക്കടിച്ച് KSRTC. 1 മാസത്തെ കണക്ക് പുറത്തു വന്നപ്പോൾ നഷ്ടം 15.5 ലക്ഷത്തോളം രൂപയാണ്. ആകെ വരുമാനത്തേക്കാൾ കൂടിയ തുകയാണ് ബസ്സിന് വാടകയായി മാത്രം നൽകിയത്. വൈദ്യുതിയുടെ ചെലവും കണ്ടക്ടറുടെ ശമ്പളവും എല്ലാം ചേരുമ്പോൾ വരുമാനത്തിന്റെ ഇരട്ടിയാണ് പല ബസ്സുകളുടെയും ചെലവ്. മാർച്ച് മാസത്തെ വരവ് ചെലവുകൾ News 18 പുറത്തുവിടുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ്സാണ് KSRTC. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഇത്. മുൻ MD ടോമിൻ തച്ചങ്കരി ഇങ്ങനെ കൈതൊട്ട് അനുഗ്രഹിച്ച് അഭിമാനപൂർവ്വം അവതരിപ്പിച്ചതാണ് ഇലക്ട്രിക് ബസ്സുകൾ. 5 ദിവസത്തെ പരീക്ഷണോട്ടം നടത്തിയ ശേഷം ലാഭമാണെന്ന് പറഞ്ഞാണ് 10 ഇലക്ട്രിക് ബസ്സുകൾ 10 വർഷത്തേക്ക് വാടകയ്ക്കെടുത്തത്. കിലോമീറ്ററിന് 42 രൂപയാണ് വാടക. ഈ വ്യവസ്ഥയിലോടിയ ബസ്സിന് മാർച്ച് മാസത്തെ നഷ്ടം 15,47,142 രൂപ. മാർച്ച് 1 മുതൽ 31 വരെയുള്ള ആകെ ടിക്കറ്റ് വരുമാനം 21.5 ലക്ഷം. കിലോമീറ്ററിന് 42 രൂപ വ്യവസ്ഥയിൽ ബസ്സുകൾക്ക് നൽകിയ വാടക 29 ലക്ഷം.
ഇലക്ട്രിസിറ്റി ചെലവ് 3.5 ലക്ഷം, കണ്ടക്ടർമാരുടെ ശമ്പളം 4 ലക്ഷം, ആകെ ചെലവ് 37 ലക്ഷം. ഒരു മാസത്തെ മാത്രം കണക്കാണിത്. 10 ബസ്സുണ്ടെങ്കിലും ദിവസവും ശരാശരി 3 ബസ്സിലധികം സർവീസ് നടത്തുന്നില്ല എന്നാണ് കണക്ക്. ബസ് ഓടാതിരുന്നാലും അതിനുള്ള വാടക നൽകണം. ഇതിനു പുറമെ ഇലക്ട്രിക് ബസ്സുകൾ വഴിയിൽ കിടക്കുന്നത് മൂലമുള്ള നഷ്ടം വേറെയും. ബസ്സിന് ഒരു ദിവസത്തെ ശരാശരി നഷ്ടം 10,000 രൂപയാണ്. 10 ബസ്സിനാകുമ്പോൾ 1 ലക്ഷം രൂപ. മുൻ MD ടോമിൻ ജെ തച്ചങ്കരി അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രി അടക്കം അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാണിക്കുകയും ചെയ്ത ഇലക്ട്രിക് ബസിന്റെ അവസ്ഥയാണ് ഇത്. കട്ടപ്പുറത്തായ KSRTC ഇനി എത്ര കാലം ഇലക്ട്രിക് ബസിനെ ചുമക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ നീതുവിന് ജന്മനാടിന്റെ കണ്ണീർ പ്രണാമം. നീതുവിന്റെ മൃതദേഹം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിച്ചു. പ്രതി നിതീഷിനെ അല്പസമയത്തിനകം തൃശൂർ കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് നീതുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. നീതുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സുഹൃത്തുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. നീതു പഠിക്കുന്ന ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. 10 മണിയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരത്തിനായി കൊണ്ടുപോയി. പാറമേക്കാവ് ശാന്തിഘട്ടിൽ നീതുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ചെറുപ്പത്തിൽ അമ്മ മരിച്ച നീതുവിനെ പിന്നീട് അച്ഛനും ഉപേക്ഷിച്ചു. അമ്മാവന്റെയും അമ്മൂമ്മയുടെയും സംരക്ഷണയിൽ വളർന്ന നീതു പഠനത്തിലും കലാരംഗത്തും ഒരുപോലെ മികവ് പുലർത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.